അന്ന് എന്താ എനിക്കെന്താണ് എൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമേക്കുള്ളൂ, ലൈക്ക് നമ്മൾ ഒരിടത്തും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ അതിനുശേഷം ഇതുപോലെ ഒരു ടൈമിലൊരു വെക്കേഷൻ സമയത്തിയപ്പോഴാണ് ഇയാൾ അതിനിടയിൽ തന്നെ പുള്ളി അറിയുന്നുണ്ട് എനിക്ക് ഫിലിമിൽ താല്പര്യം, ഫിലിമിൽ നല്ല ഞാൻ അഭിനയം സീക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത്. ഈ ഭൂലോക കള്ളി പിന്നെയും വന്ന് നുണ പറയാനായിട്ട് വന്ന് സിദ്ദീഖിനെതിരെ എങ്ങനെ നടന്ന് പറയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഞാൻ സിദ്ദീഖിനോട് സംരക്ഷിക്കല്ല, സിദ്ദീഖിന്റെ ഭാഗം പറയല്ല ചെയ്യുന്നത്. സിദ്ദീഖ് ചിലപ്പം ക്രിമിനലായിരിക്കും, ഒരു നടനാണ്, ജയിലിൽ പോവാതിരിക്കുക എന്താ ചെയ്യട്ടെ, സിദ്ദീഖ് എന്റെ അളിനൊന്നല്ല. പക്ഷെ ഞാനിവിടെ പറയുന്നത് ഈ ഒരു പെണ്ണിന്റെ സംസാരമാണ്. ഈ പെണ്ണിന്റെ സംസാരം കേൾക്കുന്ന ആർക്കും മനസ്സിലാവും ഒന്നാം തരം ഭൂലോക ഫ്രോഡാണെന്നുള്ള കാര്യം. ഇപ്പൊ സിദ്ദീഖിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ അങ്ങനെ ചിന്തിക്കാണ്, പറഞ്ഞിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്താ പറയേണ്ടത് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇനി എന്ത് നുണ പറയണം, എത്ര കനത്തിലുള്ള നുണ പറയണം, നുണ പറഞ്ഞാൽ പിടിക്കപ്പെടും എന്നൊക്കെയുള്ള അതൊക്കെ പെട്ടെന്ന് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നത് തന്നെ. പിന്നെ പറയുന്നത് അപ്പൂപ്പന്റെ പ്രായമല്ലേ അതുകൊണ്ട് വിശ്വസിച്ചിറങ്ങിയെന്ന്. അപ്പൊ അപ്പൂപ്പന്റെ പ്രായമുള്ള ആര് വിളിച്ചാലും ഇവളിങ്ങനെ ഓടി ഓടി പോവോ. പിന്നെ പറയുന്നത് സിദ്ദീഖ് ഇവളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചത്രേ, ഇവൾക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചത്രേ. എന്താ ഈ മുഴുവൻ കേരളത്തിൽ ഈ ഒരു മൂദേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഭിനയിക്കാൻ കഴിവുണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ? സിദ്ദീഖ് ഒരു തിരക്കുള്ള സിനിമ നടനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് ഈ കേരളത്തിൽ എത്രയോ സുന്ദരികൾ, അഭിനയിക്കാൻ കഴിവുള്ള, അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന സുന്ദരികളുണ്ട്. അവരിനൊക്കെ വിട്ടിട്ട് ഈ ഒരു മൂദേവിന് ഇങ്ങനെ ഇവൾക്ക് അഭിനയിക്കാൻ അറിയട്ടോ, ഇവളിനൊന്ന് വരട്ട് പിടിക്കുക, അവരുടെ നടക്കരുത്. അപ്പൊ ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവളുടെ ഓരോരോ വാക്കിലും വലിയ ഒരു ചതിക്കുഴി, വലിയ ഫ്രോഡ് ഇങ്ങനെ ഒളിഞ്ഞു കിടക്കണം, ഫ്രോഡ് ഇങ്ങനെ ഇറ്റി വീഴുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കണ്ടു നോക്കി. അഭിനയത്തിന്റെ ഏതൊരു സൈഡും സീക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പുള്ളി എന്താണ് ലൈക്ക് ഹിസ് എ ക്രിമിനൽ. സോ അത് അയാളെ പ്ലാനിങ്ങിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം. അപ്പം ഇയാള് പ്രിവ്യൂവിന് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്ന് ഇങ്ങനെ വണത്തറിഞ്ഞിട്ട്, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയാണുള്ളത്, ഈ സുന്ദരിനെ നമുക്ക് ഇങ്ങനെ വരുത്താം പദ്ധതി ഇട്ട് പ്ലാൻ ഇട്ടിട്ട് എന്തോ ഒരു പ്രിവ്യൂ എന്തോ ഉണ്ടായിരുന്നത്രേ. ആ പ്രിവ്യൂലേക്ക് തന്നെ വിളിച്ചാൽ ഇവള് പെട്ടെന്ന് വരും എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത്രേ ഈ സിദ്ദീഖ് ഇവളെ വിളിച്ചതെന്ന് പറയുന്നു. അത് തന്നെ വിശ്വസനീയമല്ല, എന്നാലും വളരെ തുടരുകയാണ്. കേട്ടു നോക്കി. അങ്ങനെ നിലയിൽ നമ്മള് ഇതുപോലെ ഞാനും അമ്മയും അച്ഛനും കൂടെ പ്രിവ്യൂ കാണാനാണ് പോയത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഡിസ്കഷൻ ഉച്ചയ്ക്കാണ്, നിങ്ങൾ പൊക്കോ ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേയും ചില ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഒരിടത്ത് ഇങ്ങനെ കിട്ടിയില്ല. ലൈക്ക് ഫസ്റ്റ് ടൈം എനിക്ക് അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ ഒരു പ്രൊഫഷണൽ ഒരു അപ്രോച്ച് നമുക്കുണ്ടല്ലോ, അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. വളരെ ഓപ്പൺ ആയിട്ടാണ്. അതായത് അവിടെ പോകുമ്പോഴും രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്നു, എല്ലാം നമുക്ക് പ്രൊഫഷണൽസ് പോലെ തോന്നിപ്പിച്ച അകത്തൊരു ട്രാപ്പുണ്ട്, ആ ഒരു രീതി. പക്ഷെ അത് അറിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡോറിനകത്ത് നോക്ക്ഡ് ആയിരിക്കും. സിനിമയുടെ കഥ പറയുന്ന പോലെ ഉണ്ട്, ഒരു ഡോറിന്റെ അകത്ത് ലോക്കായിരിക്കും. അതും പറയുന്നത് എവിടെയാണ്? ഈ ഒരു മാസ്കോട്ട് ഹോട്ടൽ, ഈ പ്രിവ്യൂ നടന്നതിന്റെ തൊട്ടടുത്തൊരു മാസ്കോട്ട് ഹോട്ടൽ ഉണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ മാസ്കോട്ട് ഹോട്ടൽ എന്ന് പറയുന്നത് 4 സ്റ്റാർ 5 സ്റ്റാർ ആ ഒരു രീതിയിലുള്ള ഒരു ഹോട്ടലാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് ആ ഒരു ഹോട്ടലിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരാളെ തടവിലാക്കുക? ഇതാരെങ്കിലും വാടക എടുത്ത മുറിയോ ഫാമൊന്നല്ലല്ലോ, ഒരു ഹോട്ടലല്ലേ. എന്തായാലും അതിന്റെ ഉള്ളിൽ എത്തിയിട്ട് പിന്നെ ആകെ വെട്ടിലാവും എന്നൊക്കെ പറയുന്നത്. പിന്നെ പറയുന്നത് അവിടെ സൈനൊക്കെ ചെയ്തിട്ടാണ് കയറി പോകുന്നത്. അത് തന്നെ വലിയൊരു ട്രാപ്പാണ്. വളരെ പ്രൊഫഷണലായി ചെയ്യുന്നത്. ഈ ഹോട്ടലിലേക്ക് കയറി പോകുമ്പോൾ സൈനൊക്കെ ചെയ്യണം, സൈൻ ചെയ്തിട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് സിദ്ദീഖ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇനിയിപ്പോ ഈ ഒരു പെണ്ണ് പറഞ്ഞ് സത്യമാണെന്ന് വിചാരിക്കുക, അങ്ങനെ സിദ്ദീഖ് കൂട്ടി കൊണ്ടുപോയി തന്നെ വിചാരിക്കുക. നമ്മൾ അങ്ങനെ ഈ ഒരു സംഭവത്തിനെ കാണുക, സിദ്ദീഖ് കൂട്ടി കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ എന്താ പറയാനുള്ളത്? എല്ലാവരും ഹോട്ടലിൽ പോകുമ്പോൾ സൈൻ ചെയ്തിട്ടാണ് ഉള്ളിൽ കയറുക. പിന്നെ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആദ്യം തന്നെ പറഞ്ഞത് എന്താ അറിയോ? ഞാനും അമ്മയും അച്ഛനും കൂടിയിട്ടാണ് പ്രിവ്യൂക്ക് പോയത് എന്നാ പറഞ്ഞത്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ തിരുവനന്തപുരത്തേക്ക് ഇവർ വരുന്നു, ഇങ്ങനെ ഒരു നടൻ വിളിച്ചിട്ട്, അപ്പൊ കുടുംബസമേതമാണ് വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവളുടെ ഡോറിന്റെ ഉള്ളിൽ ഇട്ട് പൂട്ടിയത്? കണ്ടില്ല, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് ഇവളുടെ നുണകൾ പുറത്തേക്ക് ചാടുന്നത്. പക്ഷെ ഈ ഒരു സ്ത്രീ വളരെ പഠിച്ച കള്ളിയാണ്. ശ്രോതറിങ്ങനെ പറയുമ്പോൾ ആരും ശ്രദ്ധിക്കൂല. അത് ശ്രദ്ധിച്ചൊന്ന് ചികഞ്ഞ് പരിശോധിച്ച് കഴിഞ്ഞാൽ മുഴുവൻ നുണയാണെന്ന് മനസ്സിലാവും. അച്ഛനും അമ്മയും മകളും കൂടിയിട്ട് പ്രിവ്യൂക്ക് പോകുന്നു, കണ്ടിട്ട് അത് തിരിച്ചു വരുന്നു. അങ്ങനെയല്ലേ? ഇനി ഡിസ്കഷൻ ഉണ്ടെങ്കിൽ തന്നെ ഹോട്ടൽ റൂമിലേക്ക് ഞാൻ പോകുന്നു, അച്ഛാ അമ്മേ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ എന്ന് ഏതിലും പെണ്ണ് പറയോ? അതും 21 വയസ്സുള്ള ഒരു പെണ്ണ് പറയോ? സ്വന്തം മകളിനെ ഒറ്റക്കാക്കിയിട്ട് അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോവോ? ഇല്ലല്ലോ. അപ്പൊ അത് തന്നെ വലിയൊരു നുണ അവിടെ തന്നെ പിടിച്ചിരിക്കുകയാണ്. കേട്ടു നോക്കി കൂടുതൽ. അപ്പം ലോക്ക്ഡൌൺ ആയിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ അവിടെയുള്ള എല്ലാവർക്കും എല്ലാം അറിയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഇടയിൽ ഈവൻ ഫുഡ് വരെ ഇയാൾക്കകത്ത് കൊണ്ടുവരാൻ ആൾക്കാരുണ്ടായിരുന്നു. സോ അവർക്കൊന്നും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം കുറെ ചിന്തിക്കണം പറയുമ്പോ, കാരണം നുണകളാണല്ലോ മൊത്തം പറയുന്നത്. അപ്പൊ ചിന്തിച്ച് പറയണേ.
അത് മാത്രല്ല ഹോട്ടലിന്റെ ഉള്ളിലേക്ക്, അതായത് റൂമിന്റെ ഉള്ളിലേക്ക് ഭക്ഷണം കൊടുക്കാൻ വരെ ആളുണ്ട്. എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? അല്ലാതെ ഈ ഹോട്ടൽ ഗസ്റ്റ് ഒക്കെ എന്താ ചെയ്യുക? അടുക്കളയിൽ പോയിട്ട് സ്വന്തമായിട്ട് പാചകം ചെയ്ത് നിലത്തിരുന്ന് തിന്നലാണോ ചെയ്യാ? ഗസ്റ്റ് റൂമിലേക്ക് തന്നെയാണ് കൊണ്ടുവരിക. റൂമിലേക്ക് കൊണ്ടുവരാൻ വരെ ആളുകളുണ്ട്. പറച്ചിലിട്ട് തോന്നുന്നത് എന്താ പറയുക, ഇതെന്തൊരു വലിയ കൊള്ള സംഘത്തിലേക്ക് ഈ പെണ്ണിനെ കൊണ്ടുപോയെന്ന് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ഭാഷ്യം തന്നെ അവിടെ എടുക്കുന്നത്. പിന്നെ തുടക്കത്തിൽ വരില്ല, ചിന്തിക്കണേ, ലോക്ക് ദ ഹെഡ് ഫുൾ ഇംഗ്ലീഷാണ് പറയുന്നത്. നല്ല വിവരമുണ്ട്, ലോകത്തെ ഭൂലോകത്തെ മുഴുവൻ വിവരം കലക്കി കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ആക്ഷൻ കണ്ടോ? ഇനി നിങ്ങൾ ഇവിടുന്ന് കാണാൻ പോകുന്ന ഓരോ വീട്ടിലും അവളുടെ ആക്ഷൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ പിന്നെ മുടി ഇങ്ങനെ കുറേ പ്രാവശ്യമാക്കും. പിന്നെ കരണ്ടത് എവിടെ നിന്ന് കൃത്യമായിട്ട് ആരോ പറഞ്ഞു കൊടുക്കുക തോന്നുന്നത്. കൃത്യമായിട്ട് അവിടെ കരയും, ചിരിക്കുന്നു കൊടുത്ത് ചിരിക്കും. സിദ്ദീഖിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ക്രൂരത അങ്ങനെ മനസ്സിലേക്ക് വരും. എന്തിനെ കാണാൻ അങ്ങനെ ചിരിക്കണ്? എന്തായാലും അങ്ങനെ ഇപ്പൊ സിദ്ദീഖ് ഈ ഒരു ഭൂലോക സുന്ദരിനെ വേറെ ആരും തന്നെ സൗന്ദര്യമുള്ള ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി കേട്ട് നോക്കി. ഡിസ്കഷൻ ആദ്യത്തെ കുറച്ച് പ്രൈമറി പിന്നെ മിനിറ്റ്സിലെ പുള്ളി എന്നാണ് അതിന്റെ ഫാക്ടേഴ്സ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാണ് ചെയ്തത്. ഇതൊക്കെയാണ്, അതായത് നിനക്ക് നല്ല താല്പര്യം ഉണ്ടല്ലേ, പാടുമല്ലേ, പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പം നമുക്ക് ഒരിടത്തും ഒരു സംശയം തോന്നിപ്പിക്കാത്ത രീതിയിലായിരുന്നു. ഓൾ ഓഫ് എ സഡൻ ആണ് ഈ കോൺവെർസേഷൻ നേരെ ഡയറക്റ്റ് ചെയ്ത് സെക്ഷൽ രീതിയിലേക്ക് പോകുന്നതും വൃത്തികേടിൽ പോകുന്നതും. അറ്റാക്ക് ആണെന്നുള്ളൊരു സ്മെല്ല് കിട്ടി തുടങ്ങിയപ്പോ തന്നെ ബാതിൽ ലോക്ക്ഡൌൺ കംപ്ലീറ്റ് ആയിട്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് സിദ്ദീഖിനെ ആദ്യമായിട്ടാണോ കണ്ടുമുട്ടുന്നത്. അങ്ങനെ കണ്ടുമുട്ടുമ്പോ അപ്പൂപ്പന്റെ പ്രായമുള്ള ആളല്ലേ, മാന്യനല്ലേ, പ്രൊഫഷണൽ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അച്ഛനും അമ്മയും വരെ സ്വന്തം പെൺകുട്ടിനെ അങ്ങനെ അവിടെ മകളിനെ വിട്ടുപോയത്. അതിനുശേഷം ഡിസ്കഷൻ അത്ര. എന്ത് ഡിസ്കഷനാണ്? അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ആ ഡിസ്കഷൻ നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാമെന്ന് അച്ഛനും അമ്മയും പറയില്ലേ? ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ ഡോർ ലോക്കായി കിടക്കണ്. പെട്ടില്ലേ? ഡോർ ലോക്കായ പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒച്ചയും വിളിയും പൊട്ടാൻ പറ്റുമോ? ഡോർ മേടിക്കാൻ പറ്റുമോ? ഈ അപ്പൂപ്പന്റെ പ്രായമുള്ള ആളെ തള്ളി മാറ്റാൻ പറ്റുമോ? മാന്താൻ പറ്റുമോ? ഒന്നും പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആകെ ഹെൽപ്ലെസ് ആയി എന്നാ പറയുന്നത്. കേട്ട് നോക്കി. നമുക്കൊന്നും ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഫുള്ള് ഗ്ലാസസ്. എന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫ്രണ്ടില് ഒരു ഗ്ലാസ് ഉണ്ട്, വലിയൊരു ഗ്ലാസ് വിൻഡോ പോലെ. അവിടെ നിന്ന് നോക്കി കാണുന്ന വിഷൻ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളും പിന്നെ റോഡും ഇതൊക്കെയാണ്. ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജ് എന്ന് പറയുന്നത് ഞാനിത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എനിക്ക് ഇമേജ് ഉണ്ട്. ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോൾ എനിക്ക് എന്റെ പാരന്റ്സിനെ പോലും കാണാൻ പറ്റില്ല. ബിക്കോസ് ഇയാൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. കണ്ടേ, പ്രേക്ഷകരനെ അവിടെ ഇട്ട് വട്ടം കറക്കി. കാരണം ഇനി സിദ്ദീഖ് ഡോർ ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും 20 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അപ്പൂപ്പനെ എന്തും ചെയ്യാം. അപ്പൂപ്പന്റെ പ്രായമുള്ള ആളാണല്ലോ, എന്തും ചെയ്യാം. എന്ത് തന്നെയായാലും 20 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കുറച്ചൊക്കെ ശക്തി ഉണ്ടാവും. അത് വെച്ചിട്ട് എന്ത് ചെയ്തു എന്ന് പ്രേക്ഷകർ ചിന്തിക്കല്ലോ. അപ്പൊ അത് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്താ പറയുന്നത്, അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, അതിനപ്പുറത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചോ? സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ എന്താണ്, ഗ്ലാസ് ഉണ്ടെങ്കിൽ എന്താണ്? ഈ പെണ്ണ് ചെയ്യേണ്ട കാര്യം ചെയ്തോ? ഉന്തി തള്ളി മാറ്റിയിട്ട് അലറി വിളിച്ചോ, മാന്തിയോ, ഡോർ ഇട്ടിടിച്ചോ, ഡോർ തുറന്നോ? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അതൊന്നും പറയാതെ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിന്റെ അപ്പുറത്ത് റോഡ് ഉണ്ട്. ഇങ്ങനെയാണ് വട്ടം കറക്കുന്നത്. അടുത്ത് കേട്ട് നോക്കി. ഇയാൾ എന്നെ ട്രാപ്പ് ചെയ്ത് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. വിത്തൗട്ട് മൈ കൺസെന്റ്. അല്ലെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് ബ്രെയിനിൽ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പ്രോസസ് ചെയ്ത് വരാൻ തന്നെ കുറച്ച് സമയം എടുക്കും. അവളുടെ ഇംഗ്ലീഷ് നിങ്ങൾ കേട്ടോ, ഒരു 500 ഇംഗ്ലീഷാണ്. ബ്രെയിനിൽ പ്രോസസ് ചെയ്ത് വരാൻ ടൈം എടുക്കും. ആ ടൈമും ഇംഗ്ലീഷാണ്, ബ്രെയിനും ഒക്കെ ഇംഗ്ലീഷാണ്. എന്നിട്ട് ഉപയോഗിച്ച പദം കണ്ടോ, അതൊക്കെ ഇംഗ്ലീഷാണ്. ട്രാപ്പ്. എന്ത് ട്രാപ്പ്? 5 സ്റ്റാർ ഹോട്ടലില് ഒരു മുറിയുടെ ഉള്ളിൽ ഒരു പെണ്ണിരിക്കുന്നു. എന്ത് ട്രാപ്പാണ്? ഒരൊറ്റ ഇടിച്ച്, അല്ലെങ്കിൽ അവിടെ തന്നെ ഈ ഇന്റർകോം ഒക്കെ ഉണ്ടാവും, പിന്നെ ഈ എമർജൻസി ബട്ടൺ ഉണ്ടാവും, ഫോൺ ഉണ്ടാവും, പല സംഗതിയും ഉണ്ടാവും. എന്തും ചെയ്യാം. ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ആൾക്കാർ അവിടെ വന്നിട്ട് ഡോർ തുറന്നു നോക്കും, അല്ലെങ്കിൽ ഡോർ വന്ന് മുട്ടും, അലറി വിളിക്കാം, പലതും ചെയ്യാം. അതൊന്നും ചെയ്യാതെ എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, ഇത്ര ട്രാപ്പായി. എന്നാലോ ഭയങ്കര ഭൂലോക വിവരമാണ്. അടുത്ത് കേട്ട് നോക്കി. പ്രോസസ് ചെയ്യുന്നില്ല ബ്രെയിൻ. എല്ലാം എന്തോ എല്ലാം നമ്പാണ്, വേൾഡേ നമ്പർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനിടയിൽ ഇയാൾ ഈവൻ ലോക്ക് ചെയ്തിട്ടിട്ട് പോലും ഇയാള് പ്രസ് മീറ്റ് കൊടുക്കാൻ പോയിട്ടുണ്ട്. പ്രസ് മീറ്റ് ഇൻ ദ സെൻസ് അന്ന് കുറച്ച് ചാനലുകൾ ഇവിടെ ഉണ്ടായിരുന്നു പ്രിവ്യൂവിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഇറ്റ് ലൈക്ക് നീ ഇവിടെ കിടക്ക്, ഐ കം. ഈ സെന്റൻസ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കണം. അതിന്റെ ഇടയിൽ സിദ്ദീഖ് ഇറങ്ങിപ്പോവും ചെയ്തു, ഡോർ ലോക്ക് ആക്കിയിട്ട്. പോയി കഴിഞ്ഞാൽ ഈ ഒരു പെണ്ണ് ഫ്രീ ആണല്ലോ, എന്തൊക്കെ ചെയ്യാ, പല സംഗതിയും ചെയ്തൂടെ. അവിടെ ഇന്റർകോമില് വിളിക്കാം, അവിടെ ഫോൺ ഉണ്ടാവില്ല, അതെടുത്തിട്ട് ഇത് റിസപ്ഷൻ അല്ലേ, ഇങ്ങോട്ട് വാ, എന്നെ ട്രാപ്പ് ചെയ്തിരിക്കാണെന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡോർമേ വല്ല കനുള്ള സാധനമായിട്ട് ഉറക്കെ ഇടിച്ചാൽ തന്നെ ആൾക്കാർ ഓടി വരും.
അങ്ങനെ പലതും ചെയ്യാം. പക്ഷെ സിദ്ദീഖ് പോകുമ്പോ നീ അവിടെ കിടക്ക്, ഞാനിപ്പോ വരാ പറഞ്ഞത്രേ. ബലാത്സംഗം ചെയ്തിട്ട് ഒരു പെണ്ണിനോട് പറയാണ് നീ അവിടെ കിടക്ക്. എന്തൊക്കെയാണ് ഈ പെണ്ണ് പറയുന്നത്? ഇതൊക്കെ വിശ്വസിക്കാന് ഇവരുടെ ജാരന്മാരുടെ കൊടുത്താൽ മതി. വെറും നുണയാണ് പറയുന്നത്. ഇതൊന്നും അസംഭവ്യമാണ്. ഇത് സിനിമയിൽ പോലും സംഭവിക്കൂല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ സ്ത്രീ പറയുന്നത്. അപ്പോഴും ഞാൻ ഇറങ്ങിപ്പോകാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ല. സോ ഇയാൾ അവിടെ പോയിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടാ വന്നത്. ആ സമയത്ത് ഞാൻ കുറെ എനിക്ക് ഫോണിൽ വിളിക്കുക ഇതൊക്കെ, പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു അക്സസിബിലിറ്റി ഇല്ല. എന്താ ഇംഗ്ലീഷ്? ഫോണില് അക്സസിബിലിറ്റി ഇല്ല. ഫോണിൽ എങ്ങനെയാണ് അക്സസിബിലിറ്റി ഇല്ലാതിരിക്കുക? ഫോൺ ആ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കല്ലേ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവരുടെ ഭൂലോക കള്ളത്തരത്തിന് മറയിടാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ കൂടുതൽ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു നുണ സത്യമാക്കാൻ 100 നുണ പറയേണ്ടി വരുമെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ലിറ്ററലി പേടിച്ച് പാനിക്കായാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അതിനുശേഷം വന്നിട്ടാണ് പുള്ളി ഉപദ്രവിച്ചതും ലൈക് ഇൻസേർട്ട് ചെയ്യാൻ നീ സമ്മതിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അയാള്. അയാളെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അയാൾ എന്റെ ഫ്രണ്ടിൽ മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ കുറെ എന്താണ് ഭീഷണികള്, നീ എവിടെ പോയി പറഞ്ഞിട്ടും കാര്യമില്ല, നീ ഒന്നും സിനിമയിൽ കയറാൻ പോകുന്നില്ല എന്നുള്ളത് പുള്ളി അടിവരയിട്ട് പറഞ്ഞ വിഷയമാണ്. ഇത്രയും ചാനലിൽ കയറിയിട്ട് ഇത്രയും ദിവസം പറഞ്ഞിട്ട് പറയാത്ത സംഗതികളാണ് ഇപ്പൊ പറയുന്നത്. ലീക്ക് ചെയ്യാൻ പറഞ്ഞു, അത് പുതിയതായിട്ട് ആഡ് ചെയ്തതാ. മനസ്സിലായില്ലേ? അതായത് ഈ സ്ത്രീ ഇപ്പൊ ശ്രമിക്കുന്നത് മാക്സിമം ഈ ഒരു സിദ്ദീഖിനെതിരെയുള്ള ഈ ഒരു അപവാദ പ്രചരണം ശക്തി കൂട്ടുക, മാക്സിമം വൃത്തികെട്ട രൂപത്തിലേക്ക് ആക്കുക. അപ്പൊ എന്താവും? ഈ സിദ്ദീഖ് വന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കടി, നിനക്ക് എന്താ വെച്ചാൽ തരാന്ന് പറയുമ്പോ അപ്പൊ ആ പൈസയുടെ ആ തുകയുടെ ഖനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അപവാദം പറയുന്നത്. ഇവിടെ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് ഓരോ കാര്യം പരിശോധിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ സംഗതി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇത് ഈ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ അടിവരട്ട് മനസ്സിലാക്കണം. നിനക്ക് ഒരൊറ്റ സിനിമയിലും ചാൻസ് കിട്ടില്ല, തരില്ല എന്ന് പറഞ്ഞത് അത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇനി തുടർന്ന് കേൾക്കാം. അതായത് നമ്മൾ ഡിഫൻസ് ഉണ്ടല്ലോ, നമ്മൾ ആ സമയത്ത് ഡിഫൻസ് ചെയ്യാണ്. സോ അതിൻ്റെതായിട്ടുള്ള എല്ലാ തിരിച്ചടികളും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഒരു ടൈമിൽ ഇയാൾ അതിനുശേഷം ഹി ഹാഡ് ഹിസ് ലഞ്ച് ഓൾസോ. നോ ഐ മീൻ അവിടെ തന്നെ ഹി ഹാഡ് ഹിസ് ലഞ്ച് സൈഡിൽ. ഇതിന് ശേഷമാണെങ്കിലും ഞാൻ ഇങ്ങനെ അയാളെടുത്ത് ലൈക്ക് ഹി സെഡ് ദാറ്റ് എപ്പം നിനക്ക് ഏത് സിനിമ വേണോ ഇനി എനിക്കറിയുന്ന എല്ലാത്തിലും തന്നെ കാസ്റ്റ് ചെയ്യാം, പക്ഷെ നീ ഏതൊരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഓരോ ഓപ്പർച്യൂണിറ്റിക്കും എന്നോട് കിടക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ഇപ്പൊ കുറച്ചു നേരത്തല്ലേ ഈ ഒരു ഫ്രോഡ് പറഞ്ഞത് ഒരൊറ്റ സിനിമയിലും ചാൻസ് തരില്ല, കിട്ടില്ല എന്ന് സിദ്ദീഖ് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് എല്ലാ സിനിമയിലും ചാൻസ് തരാം, പക്ഷെ ആ സമയത്തൊക്കെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ശ്രദ്ധിച്ചില്ലേ, അതിന്റെ ഇടയിൽ അയാള് ലഞ്ച് കഴിക്കുന്നുണ്ട്. ഈ ലഞ്ച് എന്താ പറന്നു വന്നോ ആകാശത്ത്? ലഞ്ച് വരാന്ന് പറഞ്ഞാൽ അവിടെ ആള് വന്നിട്ട് ഡോറ് തുറന്നിട്ട് മുട്ടിയിട്ട് ഉള്ളിൽ ലഞ്ച് കൊടുന്ന് വെക്കും. ആ സമയത്ത് അലറി വിളിച്ച് ഓടാലോ പുറത്തേക്ക്. ആ സമയത്ത് അയാളോട് തന്നെ പറയാം, എന്നത് അയാൾ പീഡിപ്പിക്കാണ്, എന്നെ രക്ഷിക്കുന്ന ഒരൊറ്റ പറച്ചിൽ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? പിന്നെ ആ പൂപ്പന്റെ പ്രായമുള്ള ആൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഭൂലോക ഫ്രോഡ് തേണ്ടി ആരോടെയും പറയുന്നത്. ഇതൊക്കെ എന്താ സംഭവം എന്ന് അറിയോ? ഈ കുറെ പാവാട താങ്ങികളുണ്ട് ഈ പോലീസുകാരുടെ ഇടയിലും കോടതികളിലും, പിന്നെ ഈ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതിലൊക്കെ കുറെ പാവാട താങ്ങികളുണ്ട്. അവരൊക്കെ ഉണ്ടല്ലോ ഈ പെണ്ണിന്റെ ഈ കണ്ണീരും ഈ ആക്ഷനും ഒക്കെ കണ്ടിട്ടൊക്കെ വിശ്വസിച്ചിങ്ങനെ ഇരിക്കും. അതിന് വേണ്ടിയിട്ട് നടത്തുന്ന നാടകമാണ്. ഇതൊക്കെ കേട്ടാൽ ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവും ഫുള്ള് നുണയാണെന്നുള്ളത്. ലഞ്ച് കൊണ്ടുവരുമ്പോ ഓടിപ്പോവാലോ പുറത്തേക്ക്. എന്നിട്ട് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ ഡിഫൻസ് ചെയ്യാണ്. ഇംഗ്ലീഷ് ഇങ്ങനെ വളരെ പറഞ്ഞു ഒഴുകുന്നുണ്ട്. വേറെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇയാള് അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പം നീ എന്നെ എങ്ങനെ കണ്ടിരിക്കുന്നു എന്നുള്ളത്, ഞാൻ നിന്നെ എങ്ങനെ കണ്ടിരിക്കുന്നു എന്ന് മാത്രം നീ അറിഞ്ഞാൽ മതി. നീ കണ്ടിരിക്കുന്ന പോലെ അല്ല ഞാൻ നിന്നെ കണ്ടത്. ഇങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. പീഡിപ്പിക്കുന്ന സമയത്ത് എന്ത് പീഡിപ്പിച്ചൊന്നും പറഞ്ഞില്ല. പീഡിപ്പിക്കുന്ന സമയത്ത് ലിക്ക് നക്കാൻ പറഞ്ഞു, എന്നിട്ട് നക്കിയോ ഇല്ല അത് പറയുന്നില്ല. അതിനുശേഷം പറയുന്നത് നീ എന്നെ കണ്ടതുപോലെയല്ല ഞാൻ നിന്നെ കണ്ടത് എന്ന് പറഞ്ഞത്രേ. ഇതേതോ സിനിമയിലത്തെ ഒരു ഡയലോഗാണ്, ഞാൻ തെരഞ്ഞെടുപ്പ് കിട്ടിയില്ല. ഏതോ ഒരു പഴയകാലത്തെ സിനിമയിലുള്ള ഒരു ഹിറ്റ് ഡയലോഗാണ്. അത് ആരാണ്, ജയനോ മറ്റോ പറയുന്നത് തോന്നുന്നുണ്ട്. ജയനാണോ ജോസ് പ്രകാശാന്നോ അറിയില്ല. പണ്ട് കാലത്തെ ഒരു ഡയലോഗാണ്. അത് ഓർത്ത് വെച്ചടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പഴയ കാലത്തെ ഡയലോഗ് സിനിമ ഡയലോഗ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും ഭീകരമായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് കാണിക്കാൻ ഇപ്പൊ കാണുന്നത്. കിട്ടിയൊരു ഗ്യാപ്പിലാണ് ഞാൻ ഇറങ്ങി പോകുമ്പോൾ പോലും ഞാൻ എങ്ങനെയാ എന്ത് രീതിയില്ല ഇതൊന്നും തന്നെ ഞാൻ കൺസേൺ അല്ല. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു രീതിയായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോഴും
കിട്ടിയ ഏതൊരു ഓട്ടോയ്ക്ക് അടിച്ച് ഞാൻ കയറിപ്പോയി. ഓ, പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ കിട്ടിയ റോട്ടിൽ കയറിപ്പോയി. ഞങ്ങൾ അങ്ങനൊന്നല്ല, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും, എന്നിട്ട് ഓട്ടോയുടെ മുമ്പിൽ ഒരു ബോർഡ് എഴുതിണ്ടാവും, ഒറ്റപ്പാലം പാലക്കാട് എന്ന് എഴുതിണ്ടാവും ഈ ഓട്ടോയുടെ മുമ്പിൽ. അപ്പൊ അത് നോക്കിയിട്ടാണ് ഞങ്ങളൊക്കെ കയറുക. ഈ സ്ത്രീ ഏതോ റോട്ടിൽ കയറി ഇത്രേ. അത് മാത്രമല്ല, കിട്ടിയ താപ്പിൽ ഞാൻ പുറത്തിറങ്ങിയത്. അത് ഏത് താപ്പ്? എത്രയോ താപ്പോടെ കിട്ടി. ആ സമയത്ത് ഇറങ്ങാത്ത ഈ പെണ്ണ് പിന്നെ ഇറങ്ങിയതാ പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല്, ഈ ഒരു സ്ത്രീ അവിടെ പോയിട്ടുണ്ടെങ്കിൽ, സിദ്ദീഖിന്റെ കൂടെ ആ റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചു കൊണ്ട് കിടന്നു കൊടുത്തതാണ് ചാൻസിന് വേണ്ടിയിട്ട്. ആ ചാൻസ് ഒക്കെ കിട്ടും ചെയ്തു. അങ്ങനെയാണ് ഇവള് നടിയാവുന്നത്. അല്ലാതെ ഈ മൂദേവിനൊക്കെ ആരാ സിനിമയിൽ എടുക്കുക? എന്നിട്ട് എന്താണ് ഇപ്പോ വേണ്ട രീതിയിൽ ഇവളുടെ മാർക്കറ്റ് പിടിക്കുന്നില്ല. ആൾക്കാർക്ക് ഇവളെ വേണ്ട. ഒന്നാമത് കയ്യിലിരിപ്പ് തന്നെ, ഈ ജാതിയിലെ കയ്യിലിരിപ്പ്. അപ്പൊ അങ്ങനെ ഇവളുടെ മാർക്കറ്റ് ഡൗൺ ആയിട്ട് ഇപ്പൊ ആർക്കും ഇവളെ വേണ്ട. അപ്പൊ ഇവള് പഠിച്ച കള്ളിയാണ്, നല്ല കൂർമ്മ ബുദ്ധിയുള്ള ഒരു ഭീകരിയാണിത്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇങ്ങനത്തെ കഥ, പീഡന കഥ പറഞ്ഞാൽ നല്ല അവസരമാണ്. ഇപ്പൊ ഹേമ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. അതിന് കുറച്ച് കണ്ണീരൊക്കെ ചേർത്ത് പറഞ്ഞാൽ പിന്നെ പറയും വേണ്ട. തുടക്കത്തിൽ കണ്ണീരൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഈ കണ്ണീരൊക്കെ ചേർക്കാൻ തുടങ്ങിയത്. കാരണം ഇതിനൊന്ന് എഫക്ട് കിട്ടാനും കുറെ പാവാടതാങ്ങികൾ ഓടി വന്ന് കൂടാനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി പോന്നിരിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ അച്ഛനും അമ്മയും അവിടെ വന്നിട്ടില്ല, കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നടന് കിടന്നു കൊടുത്ത് ചാൻസിന് വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഐ വാസ് വെയറിങ് ഓറഞ്ച് കളർ ഡ്രസ്സ്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ എനിക്ക് ഓറഞ്ച് കളറിനോട് പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യത്തില്ലായിരുന്നു. മിറേഴ്സ് എനിക്ക് പ്രോബ്ലം ആയിരുന്നു. ബിക്കോസ് ഗ്ലാസ്, അവിടുത്തെ ഇമേജ്, ഞാൻ ഒത്തിരി സൈക്കോളജിക്കലി ഒക്കെ കടന്നുപോയി. ഐ മീൻ കുറെ ഇഷ്യൂസ്, ഡിപ്രസീവ് ഡിസോർഡർ, ഇഷ്ടം പോലെ കാര്യങ്ങൾ. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഇവൾക്ക് മാനസിക രോഗം പിടിച്ചത്രേ. ഓറഞ്ച് ഡ്രസ്സ് കണ്ടാ പേടി, ചില്ല് കണ്ടാ പേടി, അത് കണ്ടാ പേടി, അങ്ങനെ ഡിപ്രഷനിലായി എന്നൊക്കെ പറയുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇറങ്ങിയതിനു ശേഷം എന്തുകൊണ്ടാണ് ആരോടൊന്നും പറയാതിരുന്നത്? അത് മാത്രമല്ല, ഇവൾക്ക് അങ്ങനെ മാനസിക രോഗം പിടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും ചോദിച്ചില്ലേ, എന്താ മോളെ നിന്റെ പ്രശ്നം? അപ്പൊ ഈസി ആയിട്ട് പറയാലോ, ഇതാണ് എന്റെ പ്രശ്നം. എന്നെ അപ്പൂപ്പന്റെ പ്രായമുള്ളൊരുത്തം കൊണ്ടുപോയിട്ട് ലിക്ക് ചെയ്യാൻ പറഞ്ഞു, മിക്ക് ചെയ്യാൻ പറഞ്ഞു, മാസ്റ്റർബേറ്റ് ചെയ്തു എന്നൊക്കെ പറയായിരുന്നില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അതാ ഞാൻ പറഞ്ഞത്, ഒന്നിക്കൽ ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് കിടന്നു കൊടുത്തതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. ഇത് പണത്തിന് വേണ്ടിയിട്ട് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയടി ഇങ്ങോട്ട്. സെൽഫ് ഡൗട്ട്, സെൽഫ് ബ്ലെയിമിങ്. ഞാൻ എന്തോ തെറ്റ് ചെയ്ത് ഏതൊരു സമയത്ത് ഞാൻ സ്വന്തമായിട്ട് വിശ്വസിച്ചു. ഇത് കയ്യിലെടുക്കാനേ കറിയാ, ഞാനാണ് തെറ്റുകാരി എന്നുള്ളൊരു അതിനെടുത്തൊരു വേദന ഉണ്ടല്ലോ. അതായത് എന്റെ കൊല്ലം എനിക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു സമയം ഞാനതിനു വേണ്ടി എടുത്ത ബ്ലെയിമിങ് എന്നൊക്കെ പറയുന്നത് നോബഡി വാസ് ദേർ. ഒരാളും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഹെൽപ്പ്. കള്ളെ മാനസിക രോഗമൊക്കെ പിടിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ഹെൽപ്പ്, സഹായം ചോദിച്ചത്ര. ആരോട് ചോദിച്ചു? സഹായം ചോദിച്ചിട്ട് എന്താണ് ആരും സഹായിക്കാൻ? അച്ഛനമ്മയോട് പറഞ്ഞാൽ പോരെ? എന്തിനാ നാട്ടുകാരോട് നടന്നു പറയുന്നത്? നാട്ടുകാരും ഹെൽപ്പ് ചെയ്യും. ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാല്. പിന്നെ അത് മാത്രമല്ല, നാട്ടുകാരും വീട്ടുകാരും ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാലോ. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? 2016 തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് പോയി പറഞ്ഞില്ല? ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്, വേച്ച് താങ്ങണേ. പെട്ടെന്ന് തന്നെ അവർ അറ്റാക്ക് ചെയ്യാണ്ട് ഒന്ന് കേൾക്കും. പണ്ട് നമുക്ക് പേരുകളാണ്, ഇഷ്ടംപോലെ പേരുകൾ. ട്രബിൾ മേക്കർ, അറ്റൻഷൻ സീക്കർ, അത് ഇത് ഏതൊരു സെറ്റിൽ പോയി ഞാനൊക്കെ അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് അഭിനയത്തിന് കാണുന്നത്. ഒരു സെറ്റിലും എനിക്ക് പ്രോബ്ലം ഉണ്ടാക്കി അല്ല നമ്മള് പോകുന്നത്. പക്ഷെ എവിടെ നിന്നാണ് ഈ പേര് നമുക്കൊക്കെ വന്നത്? പ്രോബ്ലം മേക്കർ, അറ്റൻഷൻ സീക്കർ എന്നൊക്കെ. എന്നിട്ട് പറയുന്നത് പണ്ട് മുതലേ എനിക്ക് ഓരോരോ ചീത്തപ്പേരാണ് ഉണ്ടാവുമല്ലോ. ഇതുപോലത്തെ തെമ്മാടികൾക്ക് ചീത്തപ്പേരല്ലെങ്കിൽ പിന്നെ നല്ല പേരുണ്ടാവുക. എല്ലാവരും ഏത് സെറ്റിൽ പോയാലും എവിടെ പോയാലും ആൾക്കാർ വെള്ളം തെറി പറയാത്തേ, തെറി പറയും. ഇങ്ങോട്ടുണ്ടാവുമ്പോ ഡിഫൻസ് വരുന്നതാണ്. അതിങ്ങനെയാ പ്രോബ്ലം വരുന്നത്. അപ്പൊ നമ്മളിങ്ങോട്ട് ഉപദ്രവിക്കാതിരിക്കണം, അതല്ലേ വേണ്ടത്. ഇവൾ അങ്ങോട്ട് എല്ലാവരും ആക്രമിക്കാൻ കാരണം ഇങ്ങോട്ട് ആക്രമിച്ചിട്ടത്രേ. അങ്ങനെയാണെങ്കിൽ ഈ അപ്പൂപ്പന്റെ പ്രായമുള്ള ആൾ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോ അങ്ങോട്ട് ആക്രമിച്ചൂടെ? എന്തുകൊണ്ട് ചെയ്തില്ല? അവിടെ ഇങ്ങനെ കിടക്കരുത്, നീ ഇവിടെ കിടക്കിട്ടോ, ഞാൻ പോയിട്ട് വരാമെന്ന് സിദ്ദിഖ് പറഞ്ഞപ്പോ ശരിട്ടോ പറഞ്ഞിങ്ങനെ കിടന്ന്. ചിന്തിച്ചു നോക്കണം, കൊടുത്തതാണേ. നാഴികക്കല്ലാണ്, മൈൽ സ്റ്റോൺ ആണ്. ഉടനെ തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ആക്കണം. ഹേമ കമ്മിറ്റി ഭയങ്കര നല്ലതാണെന്നാ പറയുന്നത്. തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം ഇവളെ പോലത്തെ ഫ്രോഡുകൾക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് കോടികൾ ഉണ്ടാക്കാൻ നല്ല സുഖമാണ്. അതാണ് ഇപ്പോ
ഹേമ കമ്മിറ്റിനെ കൊണ്ടുള്ള ഗുണമുണ്ടായത്. ഇയാളുടെയൊക്കെ പ്രതികരണം, മിസ്റ്റർ സിദ്ദിഖിന്റെ പ്രതികരണങ്ങളും ഇയാളെ പോലത്തെ പല ആൾക്കാരുടെ പ്രതികരണങ്ങളും ഒന്നുമേ അറിഞ്ഞിട്ടില്ല. അയ്യോ ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ എല്ലാം മറന്നുപോയി എന്നുള്ള ഈ സംഭവം ബീങ് എ സർവൈവർ മാറി നിന്ന് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ തരണം. ക്രിമിനൽ ആക്ടിവിറ്റി ആണെങ്കിൽ ഞാൻ എണ്ണി ചോദിക്കാം. എന്റെ സിദ്ദീഖിനെ കുറിച്ച് പറയുമ്പോ പിന്നെ ബുദ്ധി പ്രയോഗിക്കലായി, ചിരിക്കലായി, കരച്ചിലൊക്കെ പോയി ഭയങ്കര ഉഷാറ്. കാരണം എന്താണ്, സിദ്ദീഖിനെ കുറിച്ച് എത്ര അപവാദം കൂടുതൽ പറയുന്നോ അത്ര കൂടുതൽ പൈസ കിട്ടും മിണ്ടാതിരിക്കാനുള്ള. അങ്ങനെ കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു ഫ്രോഡാണ് ഈ ഒരു സ്ത്രീ കളിക്കുന്നത്. ആ ഒരു സമയത്താണ് ഇയാളുടെ ഫോൺ കോൾ വരുന്നത്. ആ ഒരു ദിവസത്തെ ഫോൺ കോളിന് ശേഷം പിന്നെ ഫോൺ കോൾസ് ഒന്നും എനിക്ക് തോന്നുന്നു ബ്ലോക്ക് ചെയ്തുകൊണ്ട് വല്ലതും ആയിരിക്കണം തോന്നുന്നു. അതിനുശേഷം കോൾസ് ഒന്നും വന്നിട്ടില്ല, അല്ല കണ്ടിട്ടുമില്ല ഒരിടത്തും വെച്ച്. പക്ഷെ പിന്നെ പറഞ്ഞത് ഇവിടെ നിന്നാണ് കുറച്ചുകൂടി നുണകൾ. ഇപ്പൊ ഈ കേട്ട മുഴുവൻ നുണ ഉണ്ടല്ലോ അതിന്റെ ആഡ് ആക്കിക്കൊണ്ട് കൂടുതൽ നുണകൾ വരികയാണ്. പിന്നെ പറയുന്നത് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നല്ലോ, അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോന്നല്ലോ, ഏത് ഈ സിദ്ദീഖിന്റെ റൂമിൽ നിന്ന്. അങ്ങനെ അതിനുശേഷം പിന്നെ സിദ്ദീഖ് വിളിച്ചിട്ടില്ല, സിദ്ദീഖ് ബ്ലോക്ക് ആക്കിയെന്ന് തോന്നുന്നു. ബലാത്സംഗം ചെയ്തിട്ട് 2-3 ദിവസം മിണ്ടാതിരുന്ന ഒരു പെണ്ണിനെ സിദ്ദീഖ് തീർച്ചയായിട്ടും വിളിക്കൂലേ, ഇനിയും വരുന്നോ എന്ന് ചോദിച്ച് വിളിക്കൂലേ? കാരണം ഭൂമുഖത്തെ ഏറ്റവും വലിയ സുന്ദരിയാണല്ലോ, വാടി വാടി പറഞ്ഞ് വിളിക്കൂലേ? പക്ഷെ വിളിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നു. അറൌണ്ട് ആ ഒരു സമയത്ത് തന്നെയാണ് അയാൾ എന്നെ വിളിക്കുന്നത്. ഒരു ഫോട്ടോഗ്രാഫറിന് പിന്നെ എന്റെ ഫോട്ടോ കണ്ടിട്ട് അയാൾ വിട്ട് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പിക്ചർ കണ്ടിട്ട് അയാളിൽ നിന്ന് എന്റെ നമ്പർ വാങ്ങിയിട്ട് ഇയാള് സെക്സ് അത് ചെയ്യാൻ ഇഷ്ടമുണ്ടോ, ഇത് ചെയ്യാൻ ഇഷ്ടമുണ്ടോ, മറ്റേതാണോ താല്പര്യം, അതാണ് ലൈക്ക് ലാക്ക് ഓഫ് റിമോഴ്സ് എന്ന് പറയും. ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഗിൽട്ടും ഇല്ലാത്ത നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഇങ്ങനത്തെ പേഴ്സണാലിറ്റീസ് ആണ് ഇവരെല്ലാം. ക്രിമിനൽസ് ആണ്, അവർക്ക് എന്ത് ഗിൽട്ട്, എന്ത് ഷെയിം ഇരിക്കുന്നത്. ഇവളോട് ഇപ്പൊ ക്രിമിനൽ ആണോ ഗിൽട്ടാണോ നല്ലല്ലോ ചോദിച്ചത്. സിദ്ദീഖ് എന്ത് ചെയ്തു അതാണ് ചോദ്യം. അതിനെ കുറിച്ച് പറയുമ്പോ ഇവളുടെ വക കുറെ ഫിലോസഫി പറയാനുള്ള കാരണം എന്താ അറിയോ? കാരണം ഈ സ്ത്രീ പറഞ്ഞതിൽ ഒന്നും തന്നെ സത്യമില്ല. അപ്പൊ ഫിലോസഫി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പാവാട താങ്ങികൾ അന്തം വിട്ട് നിൽക്കും. അതിനാണ് ഈ പറയുന്നത്. പിന്നെ ഇവിടെയാണ് നിങ്ങൾ വലിയ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം പറഞ്ഞത്, ആദ്യം വീട്ടിലേക്കൊരു ഫോൺ വന്നു, അപ്പൊ അഭിനയമൊക്കെ കണ്ടിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക, എന്നിട്ട് പ്രിവ്യൂവിന് വരണോ എന്ന് ചോദിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ എന്താ പറയുന്നത്, ഏതോ ഒരു ഫോട്ടോഗ്രാഫറോ മറ്റോ അവരുടെ അടുത്ത് ഈ സ്ത്രീയുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് എന്നിട്ട് സിദ്ദീഖ് വിളിച്ചു. അപ്പൊ ഇതായിരിക്കുമല്ലോ ആദ്യത്തെ വിളി. അങ്ങനെ ആ ആദ്യത്തെ വിളിയിൽ തന്നെ അശ്ലീലമാണ് പറയുന്നത് എന്ന് പറയാണ്. എന്നതിന് ശേഷമാണ് ഫിലോസഫി കൂട്ടുന്നത്, ഇവർക്ക് നാണമില്ല മാനമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ കോളിൽ തന്നെ സിദ്ദീഖ് അശ്ലീലം പറഞ്ഞു. നോട്ട് ദ പോയിന്റ്. ഇനി അടുത്ത് കേട്ട് നോക്കാം. ഇത് മാട്രോയിസം ആണെന്നാണ് വിചാരം. അതായത് ഇതൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്തോ ഭയങ്കര ഇതാണ് ഇവരുടെ ഉള്ളിൽ. ഇതൊക്കെ കൊണ്ട് നമുക്ക് തോന്നാം ഇതൊന്നും അറിയില്ല, അബ്യൂസ് എന്താ, കൺസെന്റ് എന്താ, ഒന്നും അറിയാത്ത കുറെ ഇതാണ്. മഹാനടൻ തന്നെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള കുറച്ച് ആൾക്കാരാണ് ഇവരെല്ലാം. കണ്ട, സിദ്ദീഖിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ. ഇവളുടെ മുഖത്ത് വരുന്ന പുച്ഛം, അതേപോലെ തന്നെ ഇവളുടെ മുഖത്ത് വരുന്ന ഒരു എന്തൊരു ആനന്ദം, അതാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ പറയുന്നത് ഈ സിദ്ദീഖിന് എന്താണ് കൺസെന്റ് എന്നൊന്നും അറിയില്ല എന്ന്. അങ്ങനെ കൺസെന്റ് സിദ്ദീഖിന് അറിയില്ല, പക്ഷെ ഇവൾക്ക് അറിയാലോ. അപ്പൊ ഈ അറിയുന്ന ആള് പഠിപ്പിച്ചു കൊടുത്താൽ പോരെ? ഒരു റൂമിൽ ഒന്നിച്ച് കിടന്നതൊക്കെ അല്ലേ. അപ്പൊ അതൊന്നും ചെയ്യാതെ മറ്റുള്ളവർ കഥ അറിയില്ല ഇതറിയില്ല എന്ന് പറയാണ്. തുടർന്ന് കേൾക്കാം. എന്താ സംഭവം, നമ്പർ എന്താണെന്ന് പറയുന്നില്ല. ലേറ്റർ ഓൺ ആണ് ഇയാള് നിങ്ങൾ സെക്സ് ചെയ്യുവോ, എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം, നമ്മൾ പോകുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും റിയാക്ട് ചെയ്യാൻ ചോദിക്കും. ഫോൺ വെച്ചിട്ട് പോയപ്പോ ഇല്ല, ഫോൺ വെക്കാനും പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല, അതിനിടയ്ക്കുള്ള ഒരു ഫൈൻ ലൈനിലാണ് നമ്മൾ ഇരിക്കുന്നെങ്കിലും. അതായത് സിദ്ദീഖ് നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചു. അപ്പൊ ഈ സ്ത്രീ ചോദിച്ചത്ര നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ നമ്പർ കിട്ടിയത്? അപ്പൊ അതൊന്നും പറയുന്നില്ല. അപ്പൊ ഈ കോൾ ആയിരിക്കുമല്ലോ ആദ്യത്തെ കോള്. കാരണം എങ്ങനെ നമ്പർ കിട്ടി എന്ന് ചോദിക്കുന്ന ആ ഒരു കൺവെർസേഷൻ ആയിരിക്കുമല്ലോ ഏറ്റവും ആദ്യത്തെ ആ ഒരു സംസാരം. അപ്പൊ അതിൽ തന്നെ ഈ ഒരു സിദ്ദീഖ് അശ്ലീലം പറയാണ്. നിനക്ക് ഏത് തരം രൂപത്തിലാണ് ഈ ലൈംഗികത ഇഷ്ടം, കിടന്നിട്ടാണോ മലന്നിട്ടാണോ എന്നൊക്കെ ചോദിക്കാത്തറേ. എന്നിട്ട് ഇങ്ങനെ സിദ്ദീഖ് ഇതൊക്കെ പറയുമ്പോ ഫോൺ വെക്കാനും തോന്നുന്നില്ല, എടുക്കാനും തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു ഭയങ്കര സ്റ്റേറ്റിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്ത് സ്റ്റേറ്റ്? ഇങ്ങോട്ട് അശ്ലീലം പറയുമ്പോ 10 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും നല്ല തെറി പറയും, അല്ലെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ചിട്ട് പറയും. ഇത് 21 വയസ്സുള്ള ഈ ഒരു പിശാചിന് അതൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഇവർക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല. അതാണ് രസം. ഇങ്ങനെ കിടന്നു കൊടുക്കാൻ മാത്രമേ തോന്നിയുള്ളൂ. അങ്ങനെ സിദ്ദീഖ് ആദ്യത്തെ കോളിൽ അശ്ലീലം പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യം ഉയരുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രിവ്യൂവിന് ക്ഷണിച്ചപ്പോ പോയത്? ഒരു ചോദ്യമല്ലേ? അശ്ലീലം പറയുന്ന ആ ആള് ക്ഷണിക്കുമ്പോ എന്തിനാണ് അച്ഛനെയും അമ്മനെയും കൂട്ടിയിട്ട് പോയിന്ന് മാത്രമല്ല അച്ഛനമ്മനെയും തിരിച്ചയച്ചിട്ട് അയാളുടെ റൂമിലേക്കും പോയി? അങ്ങനെ ആരെങ്കിലും പോവോ? ഇവിടെ ഓൾറെഡി അശ്ലീലം പറഞ്ഞു കഴിഞ്ഞില്ലേ, അപ്പൊ തന്നെ അവോയ്ഡ് ചെയ്യണ്ടേ? അപ്പൊ ഇതിൽ എന്തൊക്കെയോ വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ ഭൂലോക ഫ്രോഡ് നടന്ന് നുണ പറയാണ്.
ഭയങ്കര സഫക്കേഷൻ ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെയും ഞാൻ അപ്പൊ സ്ലോലി ഇയാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ കൊച്ചിയിലേക്ക് 9 days ഓഫ് ലീവിനാ, എന്തോ ഒരു സംഭവത്തിന് കൊച്ചിയിലേക്ക് ഉണ്ട്, നീ സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട്, ഇങ്ങനെ അയാൾ ചോദിച്ചു. അയാൾ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അവരൊന്ന് ഒപ്പിച്ചു തരാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിച്ചത്. നിനക്ക് ലൈംഗികതയ്ക്ക് ഏത് പൊസിഷനാണ് വേണ്ടത്, ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. അതിനുശേഷം ഇനി നീ അല്ലെങ്കിലും വേണ്ടില്ല, നിന്റെ സുഹൃത്തിനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ ഒരാളുടെ കൂടെയാണ് പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയത്. മാത്രമല്ല ഹോട്ടൽ റൂമിലേക്കും പോയിട്ട് വാതിലൊക്കെ അടച്ചു എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ഒരിക്കലും ചേർന്ന് പോകില്ല. അശ്ലീലം പറയുകയും നിന്റെ സുഹൃത്തായാലും മതി എന്ന് വരെ പറയുന്ന ഒരു വളരെ ചീപ്പായിട്ടുള്ള ഒരാളുടെ കൂടെ ഒരു സ്ത്രീയും ഒരു തരത്തിലും എങ്ങോട്ട് വിളിച്ചാലും പോകില്ല. എത്ര വലിയ നടനായിക്കോട്ടെ പോകില്ല. അപ്പൊ അത് തന്നെയാണ് ഈ ഒരു ഭൂലോക താടക പറയുന്നത് ഫുൾ നുണയാണ് എന്ന് തെളിയിക്കുന്ന സംഗതികൾ. ആഫ്റ്റർ ദ കോൾ ഞാനും എന്റെ സുഹൃത്തുമുണ്ട്, അവളും കേട്ടോണ്ടെങ്കിൽ നമ്മൾ രണ്ടും ഒരേ പ്രായമാണ്, നമുക്ക് മാക്സിമം എന്താ പറയുക, നമ്മൾ ഇങ്ങനെ നമ്പായിട്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്ത ഇങ്ങനെ എന്ന് പറഞ്ഞു. നോട്ട് ദ പോയിന്റ്. ഈ സിദ്ദീഖ് വിളിച്ച് ഈ അശ്ലീലൊക്കെ പറയുമ്പോ സുഹൃത്ത് അടുത്ത് നിൽക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് ആ സുഹൃത്ത് ചോദിക്കും ചെയ്തിത്രേ, എന്താണ് ഈ ഒരു നടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പീഡനമൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോ മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ സുഹൃത്തിനോട് പറയല്ലോ. ആ സുഹൃത്ത് ചോദിക്കൂലേ, ഈ അശ്ലീലം പറയുന്ന ആളുടെ കൂടെ നീ പോയി ഹോട്ടലിൽ താമസിച്ചു, എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കൂലേ? ആ ചോദിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് പറയാലോ, അയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയാലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സുഹൃത്ത് അറിഞ്ഞു, സുഹൃത്തിന്റെ ബ്രെയിനും നമ്പാവൂലല്ലോ. അപ്പൊ സുഹൃത്ത് പോയിട്ട് ആരോടെങ്കിലും പറയും. അങ്ങനെ 4-5 ആൾ അറിയുമ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും. അങ്ങനെയാണ് പോലീസ് കേസ് ആവുക. പക്ഷെ നമ്മൾ 8 വർഷം മുമ്പ് ഇതൊന്നും കണ്ടിട്ടുമില്ല. മറ്റേ അമിഷ പറയുന്ന പോലത്തെ ക്രോണോളജി എങ്ങനെയാണ് പോകുന്നത് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം. ഫുള്ള് കെട്ടുകഥയാണ്. ഒരു നുണ മറക്കാൻ വേണ്ടിയിട്ട് നിരവധി നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അയാൾ കിട്ടുന്ന ഡ്രാമ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല, വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമെന്ന് അറിഞ്ഞപ്പോ വെച്ച കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇദ്ദേഹം സിദ്ദിഖാണെങ്കിൽ പിന്നെ ഈ ഒരു രാജ്യക്കകത്ത് വേറെയും ചില ഒരു കണ്ണിങ് പേഴ്സൺ ആണ് അയാൾ. അയാൾക്ക് എല്ലാത്തിനും പിന്നിലും വ്യക്തമായ അജണ്ട ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു എല്ലാത്തിനും പിന്നിലും ആളുകളിൽ നിന്ന് എങ്ങനെ സിമ്പതി നേടാം, എല്ലാരെയും അപ്രിഷിയേറ്റ് ചെയ്ത് നന്മമരമായി നിൽക്കുമ്പോൾ ആളുകൾ ജനകീയമായിട്ടുള്ള ഒരാൾ ആക്ടറായിട്ട് എടുക്കും. അയ്യോ സിദ്ദിഖൊക്കെ എന്ത് പാവ, റിപ്ലൈ അയച്ചാൽ അപ്പൊ റിപ്ലൈ അയക്കും, ഇങ്ങനത്തെ ഒരു രീതി, ഒരു ഇമേജ് ഉണ്ടായേക്ക്. സിദ്ദിഖിനെ അവഹേളിച്ച് സംസാരിക്കുമ്പോൾ ഇവരുടെ മുഖത്തുള്ള ഒരു ക്രൂരമായ ചിരി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ചിരി എന്താന്ന് വെച്ചാല്, എങ്ങനെയാണ് ഈ സിദ്ദിഖിനെ അവിശ്വസനീയമായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള സംസാരമാണ് ഇതൊക്കെ. അതായത് ഈ സിദ്ദിഖിനൊന്ന് കരിവാരി തേക്കണം. അങ്ങനെ കരിവാരി തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സ്ത്രീയാണല്ലോ, സ്ത്രീനെയാണല്ലോ എല്ലാവരും വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവസാനം സിദ്ദീഖ് എന്ത് ചെയ്യും, ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിനക്ക് എത്ര പൈസ വേണം എന്ന് ചോദിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കളികളൊക്കെ കളിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഈ ഒരു കേസ് പുരോഗമിക്കുന്നുണ്ടല്ലോ, അതിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നത് സിദ്ദീഖ് വലിയൊരു ഓഫർ ഈ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ സ്ത്രീ ഇപ്പോ പോലീസിനോട് പറഞ്ഞത് എനിക്ക് അവിടെ പോയ തീയതി ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പോലീസുകാർ ചോദിച്ചത് ഏത് തീയതിയിലാണ് നീ പോയത്. കാരണം ഈ ഒരു പ്രിവ്യൂ നടന്ന തീയതി പോലീസ് കണ്ടുപിടിച്ചു. ഇത് ഈ സ്ത്രീ പറഞ്ഞല്ലോ പ്രിവ്യൂവിന് വിളിച്ചെന്ന് പറഞ്ഞല്ലോ, ആ ഒരു തീയതി പോലീസുകാർക്ക് അറിയാം. പക്ഷെ ആ ഒരു തീയതിയിൽ ഈ സ്ത്രീനെ അവിടെ കാണാനില്ല, ആ ഒരു രജിസ്റ്ററിലൊന്നും കാണാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തീയതി ഓർമ്മയില്ല എന്ന് പറയാനുള്ള കാരണം ഈ സിദ്ദീഖ് പൈസ ഓഫർ ചെയ്തു. അപ്പൊ ഇനിയിപ്പോ പൈസ കിട്ടും എന്ന് കണ്ടതോട് കൂടിയിട്ട് ഇപ്പോ അത് ഓർമ്മയില്ല, ഇത് ഓർമ്മയില്ല, ഞങ്ങൾ പോയിട്ടില്ല, മദ്യലഹരിയിലായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോ തലയൂരാനുള്ള പരിപാടിയാണ്. ഇദ്ദേഹത്തിന് ശിക്ഷ കിട്ടണമെന്നുള്ളത് അത് ഞാൻ ഭയങ്കര ആദ്യമായി ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പോകുന്നത് ഇനി വരും കാലങ്ങളിൽ എന്നുള്ളത് കുറച്ചുകൂടി എനിക്ക് ഒബ്സർവ് ചെയ്യാനുണ്ട്. എങ്ങനെയാണ് എനിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാം. കാരണം തകിടം പറഞ്ഞ് തിത്തൈതാഹ കളിക്കാണ്ട് ലൈക്ക് എന്താണ് ഇവർ ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് വാച്ച് ചെയ്യാനുണ്ട്. കണ്ടോ, ഇവിടെ ആണെങ്കിലോ മുഴുവൻ കാര്യങ്ങൾ വ്യക്തമായി. അതായത് സിദ്ദീഖ് ജയിലിൽ പോകണോ വേണ്ടേ എന്നുള്ളത് എനിക്കൊന്നും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യണം, ഒന്നും കൂടി ഒക്കെ ഒന്ന് നിരീക്ഷിക്കണം എന്നാ പറയുന്നത്. കാരണം എന്താണ്, ഈ മുന്നോട്ടുള്ള പോക്കില് പണം തരുമോ ഇല്ലേ ഇതൊക്കെയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെ ഭൂലോക നുണകൾ ജനങ്ങൾ പിടിക്കുന്നുണ്ടോ, പോലീസ് പിടിക്കുന്നുണ്ടോ, പോലീസിന് മനസ്സിലാവുന്നുണ്ടോ, വനിതാ കമ്മീഷന് മനസ്സിലാവുന്നുണ്ടോ, ഇതൊക്കെ നോക്കണം ആദ്യം. അത് നോക്കിയിട്ട് വേണം പിന്നെ ഏത് രീതിയിലാണ് ഇനി നുണ പറയേണ്ടതെന്ന് ഇവൾ ഇരുന്ന് പദ്ധതി ഇടും. കാരണം ഇത് ഭൂലോക ഫ്രോഡാണെന്ന് മാത്രമല്ല, കുറുക്കന്റെ ബുദ്ധിയാണ് ഈ സ്ത്രീക്ക്. സിദ്ദീഖിനെ ശരിക്ക് ഈ ഒരു സ്ത്രീ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സിദ്ദീഖ് ഇതൊക്കെ ചെയ്തു എന്ന് തന്നെ കൂട്ടിയാൽ പോലും, അതായത് ഈ സ്ത്രീനെ തടവിലാക്കി പീഡിപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചാൽ പോലും, അതുപോലും അതിന്റെ ഇടയിൽ ഒരുപാട് അവിശ്വസനീയമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ കൂടി കൂട്ടിയണക്കാൻ സാധ്യമേ അല്ല. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു രൂപം കൂടിയും ഈ ഒരു പ്രശ്നത്തിനുണ്ട്. അതായത് ഈ സ്ത്രീ അവിടെ പോയിട്ടേ ഇല്ല, മനസ്സിലായില്ല, പോയിട്ടേ ഇല്ല, ഇരുന്ന് നുണ പറയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തന്നത്. ഏത് രൂപത്തിലാണ് അച്ഛനും അമ്മനെയും കൂട്ടി പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവര് സ്വന്തം മകളിനെ അവിടെ വിടൂല,
അതൊന്ന്. രണ്ടാമത്തേത്, ആദ്യത്തെ കോളിൽ തന്നെ സിദ്ദീഖ് അശ്ലീലം പറഞ്ഞു, നിന്റെ സുഹൃത്തിനെ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിയുള്ള പെൺകുട്ടിയും ബുദ്ധി ഇല്ലാത്ത പെൺകുട്ടിയും ഒരിക്കലും പിന്നെ ആ ആളുടെ കൂടെ അയാൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയില്ല, പ്രത്യേകിച്ച് ഹോട്ടൽ റൂമിലേക്ക് തന്നെ പോവില്ല. അപ്പൊ അതും ഈ സ്ത്രീ ചെയ്തു എന്ന് പറയുമ്പോൾ അത് രണ്ടും മൂന്നും കൂടിയിട്ടൊന്നും യോജിച്ച് പോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ഭൂലോക കള്ളിയാണ്. അവളുടെ കണ്ണിൽ തന്നെ ആ ഒരു കള്ളത്തരം, ആ മുഖത്ത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ആ കള്ളത്തരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസുകാർ എന്റെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ഇവളെ നന്നായിട്ട് ഒരു 10 പ്രാവശ്യം നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഇവളുടെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എടുത്തിട്ട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂലോക കള്ളത്തിക്ക് ഒരു അക്ഷരം പോലും ന്യായീകരിച്ച് പറയാൻ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നീണ്ട വീഡിയോ ആണ്, ഇത്രമാത്രം പറയുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.